മൺസൂൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാമലക്കണ്ടം ഓഫ് റോഡ് സവാരി സാഹസികതയും ജനപങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി. മാമലക്കണ്ടത്ത് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ടിനി ടോം ഓഫ് റോഡ് സവാരിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മാമലക്കണ്ടത്ത് നിന്നും കൊയിനിപ്പാറയിലേക്കുള്ള ഏകദേശം 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓഫ് റോഡ് ട്രാക്കിലൂടെയായിരുന്നു സാഹസിക സവാരി. കുത്തനെയുള്ള കയറ്റങ്ങളും ചെളി നിറഞ്ഞ പാതകളും വനമേഖലയോട് ചേർന്ന പ്രകൃതി ഭംഗിയും ട്രാക്കിനെ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതും ആകർഷകവുമാക്കി. മാമലക്കണ്ടത്ത് നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ടിനി ടോം ഓഫ് റോഡ് സഫാരിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഇവിടുത്തെ സ്വത്ത് എന്ന് പറയുന്നത്, ഇവിടുത്തെ സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റോഡുകൾ ഇല്ലാത്തതാണ്. ഇത്രയും നല്ലൊരു MLA കിട്ടിയതിൽ കാരണം ഞാൻ ഇത് പറയുകയും പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കുകയും ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തതിന് ഞാൻ 1000 നന്ദി അർപ്പിക്കുകയാണ്. ഇതുപോലത്തെ MLA നിങ്ങൾക്ക് വേണ്ട. ഞാൻ തള്ളുന്നതല്ല കേട്ടോ, കാരണം വർഷങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഇത് തീർച്ചയായിട്ടും നമ്മൾ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞു. കാരണം ഒരു ഫണ്ട് പോലും നമ്മുടെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന് സാധിക്കും, കാരണം അദ്ദേഹത്തിന്റെ സഹോദര തുല്യനായ ഒരു മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇവിടെ പ്രവർത്തിക്കാണ് ഗുണം. പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല, ഇത് പ്രവർത്തിക്കുന്ന MLA ആണ്. കോതമംഗലം MLA ഷിബു തെക്കമ്പുറം അധ്യക്ഷനായ ചടങ്ങിൽ ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഓഫ് റോഡ് വാഹനപ്രേമികളും പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഓഫ് റോഡ് വാഹനപ്രേമികൾ പരിപാടിയിൽ പങ്കാളികളായി. സാഹസിക വിനോദസഞ്ചാരത്തിനുള്ള കോതമംഗലത്തിന്റെ സാധ്യതകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും മാമലക്കണ്ടം കൊയിനിപ്പാറ മേഖലയെ ടൂറിസം ഭൂപടത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കാനും പരിപാടി സഹായകമാകുമെന്ന് ഷിബു തെക്കമ്പുറം MLA പറഞ്ഞു. കോതമംഗലം മൺസൂൺ ഫെസ്റ്റിവലിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഓഫ് റോഡ് സഫാരിക്ക് വൻ ജനപങ്കാളിത്തമാണ് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, വൈസ് പ്രസിഡന്റ് ബിജോയ് പി ജോസഫ്, മേഖലയിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.